നമസ്കാരം. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് വിവാദം പുതിയ തലത്തിലേക്ക്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CPIയുടെ രാജ്യസഭാംഗം പി സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിൽ രാഷ്ട്രപതി ഭവൻ നടപടികളൊന്നും എടുക്കില്ല. കൃഷിമന്ത്രി പി പ്രസാദും ഗവർണറും തമ്മിലുള്ള തർക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനം ഇനിയും തുടരുകയാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നലെയും പരസ്യ പ്രതികരണം നടത്തിയില്ല. അതിനിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ വിമർശനവുമായി രംഗത്തെത്തി. അതേസമയം രാജ്ഭവനിൽ കൃഷി വകുപ്പിന്റെ പരിപാടി സംഘടിപ്പിച്ച ശേഷം എത്താതിരുന്നെന്നും ഭാരതാംബയുടെ ചിത്രത്തെ അധിക്ഷേപിച്ചെന്നുമുള്ള പരാതിയുമായി മന്ത്രി പി പ്രസാദിനെതിരെ ഗവർണർ ആർലേക്കർ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും റിപ്പോർട്ട് നൽകും. സംസ്ഥാന മന്ത്രിക്കെതിരെ നടപടികൾക്ക് കേന്ദ്ര സർക്കാരിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ നടപടികൾ ഉണ്ടാകില്ല. രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു. ഏത് ഭാരതാംബ എന്ന് ചോദിച്ച അദ്ദേഹം ഭാരതാംബ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നമോ ഔദ്യോഗിക രൂപമോ ഇല്ലെന്നും കൂട്ടിച്ചേർത്തു. RSSന്റെ കൃത്യമായ അജണ്ട അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ മാത്രമാണതെന്നും ഇത് കാവ്യവൽക്കരണത്തിനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല ഇത്. വളരെ ബോധപൂർവം തന്നെയാണ് ഇത് പറയുന്നത്. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി അത് ഉപയോഗിക്കണമെന്ന് വാശി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. മന്ത്രിയുടെ നിലപാടാണ് ശരി. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു മതനിരപേക്ഷ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള അന്തസ്സുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കമാണ് സർക്കാരിന്റെ സന്ദേശം. ഒരു വർഗീയതയ്ക്കും കീഴടങ്ങിയില്ല, അദ്ദേഹം വ്യക്തമാക്കി. CPI സെക്രട്ടറി നിലപാട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഗവർണറുടെ സംഘപരിവാർ അനുകൂല നിലപാടിനെതിരെയുള്ള പ്രചാരണ പരിപാടികൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാനാണ് CPI നീക്കം. ഇതിന്റെ ഭാഗമായി ഇന്ന് എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളിലും മരം നടുന്നതിനൊപ്പം ദേശീയ പതാക ഉയർത്താനും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി ഗവർണറെ വിമർശിച്ച് രംഗത്ത് വരാത്തത് CPIയെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെ സെൻട്രൽ ഹാളിൽ സ്ഥാപിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് കൃഷിവകുപ്പ് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിപാടിയിൽ നിന്ന് മന്ത്രി പി പ്രസാദും കൂട്ടരും പിൻവാങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജ്ഭവനെ RSS ശാഖയാക്കി മാറ്റാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന വിമർശനം CPI ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള രാജ്ഭവന്റെ പ്രതിമാസ റിപ്പോർട്ടിലാകും വിമർശനം ഉൾപ്പെടുത്തുക. തുടർന്ന് നടക്കുന്ന പരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ പ്രദർശിപ്പിക്കാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം. ഇനി എല്ലാ പരിപാടിക്കും ഭാരതാംബ ഉണ്ടാകും. കൃഷി വകുപ്പിന്റെ പരിപാടികളിലൊന്നും ഇനി ഗവർണർ പങ്കെടുക്കില്ല. പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ RSS കൊടി പിടിച്ചുള്ള ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന ഗവർണറുടെ കടുംപിടുത്തം അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണെന്ന് CPI പറയുന്നു. ഇത് ഭരണഘടനയോട് കാണിക്കുന്ന അവഹേളനം കൂടിയാണ്. രാജ്ഭവനെ സംഘപരിവാറിന്റെ ക്യാമ്പ് ഓഫീസാക്കിയും ഗവർണർ പദവിയെ രാഷ്ട്രീയ വടംവലിക്കുള്ള ഉപാധിയാക്കിയും മാറ്റരുതെന്ന് CPI സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. ഭാരതാംബ എന്ന സങ്കല്പം ഇന്ത്യക്കാർക്കെല്ലാം ആവേശം നൽകുന്ന പ്രതീകമാണ്. പക്ഷേ ആ പ്രതീകത്തിന് RSS കൽപ്പിക്കുന്ന മുഖച്ഛായ വേണമെന്നും RSS ശാഖയിൽ ഉയർത്തുന്ന കൊടി പിടിക്കണമെന്നും സിംഹാസനം ഒരു സിംഹമാകണമെന്നും ചിത്രത്തിന്റെ പശ്ചാത്തലം ഇന്ത്യക്കറിയാത്ത ഭൂപടമാകണമെന്നുമുള്ള പിടിവാശി രാജ്യം അംഗീകരിക്കില്ല. ഇന്ത്യയുടെ ഭൂപടം എന്താണെന്ന് ഇന്ത്യയുടെ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട്. RSSന്റെ സങ്കല്പ ഭാരതമാതാവിന് മുന്നിൽ പുഷ്പാർച്ചന ചെയ്യാൻ നിർബന്ധിതനാവുന്ന സാഹചര്യത്തിലാണ് മന്ത്രി പ്രസാദ് ചടങ്ങ് ബഹിഷ്കരിച്ചതെന്നാണ് CPIയുടെ വിശദീകരണം. നേരത്തെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഊഷ്മളമായ ബന്ധമായിരുന്നു. പിണറായി വിജയന്റെ പിറന്നാൾ ആശംസിക്കാൻ അടക്കം ഗവർണർ എത്തിയിരുന്നു. ഇതുകൂടാതെ തുടക്കത്തിൽ സർക്കാരുമായി സഹകരിച്ചായിരുന്നു മുന്നോട്ട് പോയത്. സർക്കാരുമായി നിരന്തരം ഇടഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര ആർലേക്കർ വന്നതോടെ സർക്കാർ ഗവർണർ പോരിൽ സമവായം പ്രകടമായെങ്കിലും ഭാരതാംബയുടെ ചിത്രത്തിൽ ഉടക്കി വീണ്ടും പോരിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.